ഇനി കുറച്ച് ഭാഗങ്ങളിലൂടെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൂടെ കയറാനുണ്ട്. വളരെ സ്റ്റീപ്പാണ്, വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും തമിഴ്നാട്ടിൻ്റെ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ കോൺകറിംഗ് കൊണ്ടരങ്കി ഹിൽസ്. ഹാവ് എ നൈസ് ഡേ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും വളരെ മനോഹരമായിട്ടുള്ളതുമായ ട്രക്കിംഗ് സ്പോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണുള്ളത്. നമ്മളിന്ന് വളരെ അപകടകരമായ ഈ പീക്ക് കീഴടക്കാനുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ ഈ മലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും ചരിത്രവും മറ്റു സവിശേഷതകളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തമിഴ്നാട്ടിലെ ഒരു സമതല പ്രദേശത്ത് പ്രകൃതി കൊത്തിയെടുത്തതുപോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കോൺ ഷേപ്പിലുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടി കൊണ്ടരങ്കി മല. ഈ കൊണ്ടരങ്കി മലയുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 38 ജില്ലകളുള്ള തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയ്ക്ക് 10 താലൂക്കുകളാണ് ഉള്ളത്. ഈ 10 താലൂക്കുകളിൽ ഒട്ടൻചത്രം താലൂക്കിലാണ് കൊണ്ടരങ്കി മല സ്ഥിതി ചെയ്യുന്നത്. ഈ കൊണ്ടരങ്കി മല കയറണമെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടിയുള്ള ദൂരം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ തമിഴ്നാട് മേഖല ചേരന്മാർ, പാണ്ഡ്യന്മാർ, ചോളന്മാർ, പല്ലവന്മാർ, അതുപോലെ വിജയനഗര സാമ്രാജ്യം, തുടർന്ന് കുറേ രാജവംശങ്ങളുടെ ഭരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. ഈ പാറയിലെത്താൻ വേണ്ടി തന്നെ പ്രകൃതിദത്തമായി അല്ലെങ്കിൽ ഈ പാറയിൽ തന്നെ കൊത്തി നിർമ്മിച്ച പടികളുണ്ട്. ഈ പടികൾ ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 13ാം നൂറ്റാണ്ടിലാണ് ഈ പടികൾ സുന്ദര പാണ്ഡ്യൻ എന്ന് പറയുന്ന പാണ്ഡ്യ രാജാവ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ വെജിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വരണ്ട കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വെജിറ്റേഷൻസ് ആണ്. മിക്കവാറും എല്ലാം സീറോ ഫൈറ്റുകളാണ് ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. മഴ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന് തങ്ങി നിൽക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. അതുകൊണ്ട് സീറോ ഫൈറ്റുകളാണ് ഇവിടെ വളരാനുള്ള ചാൻസ് കൂടുതൽ. നമ്മളിപ്പോൾ ഏകദേശം അൾട്ടിമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 395 മീറ്ററായി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 395 മീറ്റർ ഉയരെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കൊണ്ടരങ്കി മലയുടെ ബേസ് എത്തിയതേ ഉള്ളൂ. കാണാം. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 180 ഡിഗ്രി മാത്രമേ നമുക്ക് വ്യൂ ആകുന്നുള്ളൂ. നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കൊണ്ടരങ്കി മലയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി പനോരമിക് വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടൻചത്രം പ്രദേശത്തെ കൃഷി നമുക്ക്, ഈ സമതല പ്രദേശത്തെ കൃഷി നമുക്ക് ദർശിക്കാവുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പല പല തട്ടുകളായി അറേഞ്ച് ചെയ്ത് ഈ പ്രദേശത്ത് കൃഷി ചെയ്യുകയാണ് ഈ പ്രദേശവാസികൾ. ചുറ്റുപാടും സമതല പ്രദേശമായതിനാൽ ഈ മല ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കൊണ്ടരങ്കി മലയെ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൊണ്ടരങ്കി മല ഭൗമശാസ്ത്രപരമായി വിശദീകരിക്കുകയാണെങ്കിൽ ഈ പ്രദേശം തമിഴ്നാട്ടിലെ സതേൺ ഗ്രാനുലേറ്റ് ടെറൈൻ എന്ന പ്രദേശത്തിന്റെ ഭാഗമാണ്.
ഈ മലയെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു ഭൗമശാസ്ത്ര പഠനം നിലവിലില്ല എങ്കിലും ഇവിടെ കാണുന്ന പാറകൾ പ്രധാനമായിട്ടും ഗ്രാനുലൈറ്റ്സും അതുപോലെ ചാർനോക്കൈറ്റ്സും മിഗ്മാറ്റൈറ്റ് റോക്സും ഒക്കെയാണ്. ഈ കൊണ്ടരങ്കി മലയ്ക്ക് ഈ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാം. കൊണ്ടൽ എന്നാൽ തമിഴിൽ മേഘങ്ങൾ എന്നാണ് അർത്ഥം. ഈ മേഘങ്ങൾ ഈ മലയുടെ അടിവാരത്തിലേക്ക് തഴുകി ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ മലയെ കൊണ്ടരങ്കി മല എന്നറിയപ്പെടുന്നത്. കൊണ്ടരങ്കി മല ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ പ്രീ കാംബ്രിയൻ പീരീഡിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്രമാനുസൃതമായി സംഭവിച്ച എല്ലാ സംഭവങ്ങളും ചേർത്ത അളവുകോലാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ആ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ പ്രീ കാംബ്രിയൻ പീരീഡിലാണ് നമ്മുടെ ഈ കൊണ്ടരങ്കി മല ഉണ്ടായിട്ടുള്ളത്. ജിയോളജിക്കൽ ടൈം സ്കെയിലിലെ വിവിധ എറാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാലിയസോയിക്, മീസോസോയിക്, അതുപോലെ തന്നെ സീനോസോയിക്. ഇപ്പോഴത്തെ എറ എന്ന് പറഞ്ഞാൽ സീനോസോയിക് എറയാണ്. സീനോസോയിക് എറ വരെ ആയി. ഇതിൽ പാലിയോസോയിക് എറയ്ക്ക് മുന്നെയാണ് പ്രീ കാംബ്രിയൻ പീരീഡ്. ഈ പ്രീ കാംബ്രിയൻ പീരീഡ് കഴിഞ്ഞ് പാലിയോസോയിക് എറ വന്നു. അതായത് കാംബ്രിയൻ, ഓഡോവിഷൻ, സൈലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് എന്ന് പറയുന്ന പീരീഡുകളാണ് പാലിയോസോയിക് എറയിലുള്ളത്. അതുപോലെ അത് കഴിഞ്ഞ് മീസോസോയിക് എറ വന്നു. ട്രയാസിക്, ജുറാസിക്, ക്രെട്ടേഷ്യസ് എന്ന് പറഞ്ഞ് മീസോസോയിക് എറ. ഏകദേശം 2.6 മില്യൺ വർഷങ്ങൾക്ക് മുന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ക്വാട്ടർണറി പീരീഡ്. പാരിസ്ഥിതികപരമായിട്ട് നമ്മുടെ ഈ കൊണ്ടരങ്കി മലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ പ്രദേശത്തെ മൈക്രോ ക്ലൈമാറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ കൊണ്ടരങ്കി മലയാണ്. ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന കാറ്റൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ മലയാണ്. അതുപോലെ തന്നെ ഭൂഗർഭ ജലം സംഭരിക്കും ഈ മലയിൽ. അത് പറ്റാത്ത നീരുറവകൾ തന്നെ ഈ മലയിലുണ്ട്. അങ്ങനെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഈ മല ഈ നാടിന് പ്രദാനം ചെയ്യും. ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഈ ഡിണ്ടിഗൽ ഏരിയയിൽ നല്ലൊരു എർത്തുകയൊക്കെ ഉണ്ടായി. അങ്ങനെ അവരുടെ സർവേ സിസ്റ്റം തന്നെ ഫുള്ളായിട്ട് തകരാറില്ല. ആ സമയത്ത് നമ്മുടെ ഈ കൊണ്ടരങ്കി മലയും കൊടൈക്കനാൽ മല അതുപോലെ തന്നെ തിരുമല എന്ന് പറയുന്ന 3 പോയിന്റ് അവർ കണക്കാക്കി വീണ്ടും ഒരു സർവേ സിസ്റ്റം തന്നെ അവർ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ട്രയാങ്കിൾ സർവേ സിസ്റ്റം. നമ്മളിപ്പോൾ കൊണ്ടരങ്കി മലയുടെ ഏകദേശം 60% ഉയരം കവർ ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗങ്ങളിലൂടെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൂടെ കയറാനുണ്ട്. വളരെ സ്റ്റീപ്പാണ്, വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഹാൻഡ് റെയിൽ ഉള്ളതുകൊണ്ട് വളരെ സഹായമാണ് നമ്മുടെ യാത്രയ്ക്ക്. ഇവിടെ വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്, വളരെ അപകടം പിടിച്ച വഴികളാണ്. വളരെ സൂക്ഷിച്ച് വേണം മലയുടെ മുകളിലേക്ക് ഓരോ സ്റ്റെപ്പും വയ്ക്കാൻ. ഈ മലയുടെ ചരിത്രപരമായ പ്രാധാന്യത്തിൽ ഉപരിയായിട്ട് മതപരമായ പ്രാധാന്യം കൂടെയുണ്ട്. ഈ മലയുടെ ഏറ്റവും മുകളിലും മല തുടങ്ങുന്ന ഏറ്റവും കീഴ്ഭാഗത്തുമായിട്ട് 2 ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ ഉത്സവം മഹാശിവരാത്രിയിലും ചിത്ര പൗർണമിയിലുമാണ്. മുകളിലത്തെ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പാറ കൊത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിൽ കയറി കാണാൻ സാധിക്കുന്ന കൊണ്ടരങ്കി മലയുടെ ഏകദേശം 75% ഇപ്പോൾ കവറായി. നമ്മളിപ്പോൾ 2 ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ്, പാറ കൊത്തി ഉണ്ടാക്കിയ ക്ഷേത്രമാണ്. മല്ലികാർജുന സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉള്ളിൽ നല്ല സ്ഥലമുണ്ട്, ഗുഹ പോലെ ഉള്ളിലേക്ക് ഒരുപാട് നടക്കാനാകും. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രം ഇവിടുത്തെ പാറകളുടെ കാഠിന്യത്തെയും സ്ഥിരതയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായ കോണിക്കൽ ഷേപ്പ് ദീർഘകാലം നീണ്ടുന്ന ജിയോഗ്രഫിക്കൽ ആക്ഷൻസ് വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എറോഷൻ വഴിയും പ്രകൃതി ക്ഷയങ്ങൾ വഴിയൊക്കെയാണ് ഇന്ന് കാണുന്ന ഈ കോണിക്കൽ ഷേപ്പിലേക്ക് ഈ കൊണ്ടരങ്കി മല ആയിട്ടുള്ളത്.
യെസ്, വി ഹാവ് കോൺകേർഡ് ദ ഹിൽ വിത്ത് എ ത്രില്ലിംഗ് ക്ലൈംബ്. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. നമുക്ക് എന്ത് പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് കൂടെ നമുക്ക് ഈ മല കയറുമ്പോൾ ലഭിക്കും. നമ്മൾ കൊണ്ടരങ്കി മലയുടെ ഏറ്റവും മുകളിലാണ്. ഈ മലയുടെ ഉയരമായ 3825 അടി നമ്മൾ കീഴടക്കിയിരിക്കുകയാണ്. ഇതാ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ട മലനിരകൾ. ഇതുമായിട്ട് ചേർന്നല്ല കിടക്കുന്നത്, ഒരു സെപ്പറേഷൻ 2 മലകൾക്കിടയിലുമുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൻ്റെ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഈ കൊണ്ടരങ്കി മലയും അതിൻ്റെ താഴ്വാര പ്രദേശം. യെസ്, വി ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ കോൺകറിംഗ് കൊണ്ടരങ്കി ഹിൽസ്. ഹാവ് എ നൈസ് ഡേ.